ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മാർച്ച് 27 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി മലയാള സിനിമയ്ക്ക് ഒട്ടനവധി നേട്ടങ്ങൾ റെക്കോർഡുകൾ നൽകിക്കൊണ്ട് എമ്പുരാൻ രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയായ ആദ്യ 11 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. 11ാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയോടെ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് ഒരു മലയാള സിനിമ നേടിയെടുക്കുന്ന ഏറ്റവും മികച്ച ബോക്സ് ഓഫീസ് കളക്ഷൻ 250 കോടിക്ക് മുകളിൽ നേടിയെടുത്തിരിക്കുകയാണ്. ഇത് സംബന്ധമായ ഔദ്യോഗിക പോസ്റ്റർ സിനിമയുടെ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സ് നിലവിൽ നേടിയെടുത്തിരുന്ന 241 കോടി എന്ന വേൾഡ് വൈഡ് കളക്ഷൻ റെക്കോർഡാണ് ഇപ്പോൾ എമ്പുരാൻ തകർത്തെറിഞ്ഞത്. ചിത്രത്തിന്റെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ 10 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ആദ്യ ദിവസം 14 കോടി 7 ലക്ഷം രൂപയും, രണ്ടാം ദിവസം 8 കോടി 45 ലക്ഷം രൂപയും, മൂന്നാം ദിവസം 9 കോടി 2 ലക്ഷം രൂപയും, നാലാം ദിവസം 11 കോടി 2 ലക്ഷം രൂപയും കളക്ട് ചെയ്ത ഈ സിനിമ അഞ്ചാം ദിവസമായ തിങ്കളാഴ്ച 10 കോടി 52, ആറാം ദിവസമായ ചൊവ്വാഴ്ച 8 കോടി 54, ഏഴാം ദിവസമായ ബുധനാഴ്ച 5 കോടി 55, എട്ടാം ദിവസമായ വ്യാഴാഴ്ച 3 കോടി 38, ഒൻപതാം ദിവസമായ വെള്ളിയാഴ്ച 2 കോടി 38, പത്താം ദിവസമായ ഇന്നലെ ശനിയാഴ്ച 2 കോടി 86. അങ്ങനെ 10 ദിവസത്തെ കേരള കളക്ഷനായി 75 കോടി 79 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 10 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സിനിമ കളക്ട് ചെയ്തത് 246 കോടി രൂപയുമാണ്. കേരള കളക്ഷനായി 11ാം ദിവസമായ ഞായറാഴ്ച 3 കോടിക്ക് മുകളിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 11 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 79 കോടി റേഞ്ചിലാണ്. എന്നാൽ കേരള ബോക്സ് ഓഫീസിൽ നിലവിൽ ഇൻഡസ്ട്രി ഹിറ്റ് നേടിയെടുത്തിരിക്കുന്ന സിനിമ 2018 ആണ്. 89 കോടി 20 ലക്ഷം രൂപയാണ് നിലവിൽ 2018 എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ. രണ്ടാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് മോഹൻലാലിന്റെ പുലിമുരുകനാണ്, 85 കോടി രൂപ. മൂന്നാം സ്ഥാനത്തുള്ളത് ആടുജീവിതം എന്ന പൃഥ്വിരാജ് ചിത്രമാണ്, 79 കോടി 30 ലക്ഷം രൂപ. ഇതിൽ ആടുജീവിതത്തിന്റെ കളക്ഷൻ റെക്കോർഡ് എന്തായാലും എമ്പുരാൻ തകർക്കും എന്ന് ഉറപ്പായിട്ടുണ്ട്. എന്നാൽ പുലിമുരുകൻ നേടിയെടുത്തിരിക്കുന്ന 85 കോടി, 2018 നേടിയെടുത്തിരിക്കുന്ന 89 കോടി എന്നിവ എമ്പുരാൻ എന്ന ഈ മോഹൻലാൽ ചിത്രത്തിന് മറികടക്കാനാകുമോ എന്ന് പൊതുവെ സംശയം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ ബോക്സ് ഓഫീസിലും എമ്പുരാന് മുകളിൽ മഞ്ഞുമൽ ബോയ്സ് ആണ് നിലകൊള്ളുന്നത്. മഞ്ഞുമൽ ബോയ്സിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എമ്പുരാൻ മറികടന്നുവെങ്കിലും 167 കോടി എന്ന വമ്പൻ ബോക്സ് ഓഫീസ് ഹിറ്റുമായി ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ് വളരെ മുന്നിൽ നിൽക്കുന്നത്. ഇനി എമ്പുരാന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനിലേക്ക് വന്നാൽ കർണാടകയിൽ നിന്ന് 10 ദിവസം കൊണ്ട് 11 കോടി 50 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് 8 കോടി 10 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ നോർത്ത് ഇന്ത്യൻ കളക്ഷനായി കളക്ട് ചെയ്തത് 8 കോടി 30 ലക്ഷം രൂപയുമാണ്. ലോകമെമ്പാടുമായി ആദ്യ 10 ദിവസം കൊണ്ട് 246 കോടി കളക്ട് ചെയ്ത ഈ സിനിമ 11ാം ദിവസമായ ഞായറാഴ്ച വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ട് ചെയ്തത് 5 കോടിക്ക് മുകളിലാണ്. നിലവിൽ 251 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ. എസ് യു അരുൺകുമാർ തിരക്കഥഴി സംവിധാനം ചെയ്ത് മാർച്ച് 27 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന തമിഴ് സിനിമയാണ് വീരധീര സൂരൻ. ചിയാൻ വിക്രം, എസ് ജെ സൂര്യ, സുരാജ് വെഞ്ഞാറമൂട്, തുഷാര വിജയൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. ചിത്രം തമിഴ്നാട് കളക്ഷനായി ആദ്യ 8 ദിവസം കൊണ്ട് 29 കോടി 60 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ 9ാം ദിവസമായ വെള്ളിയാഴ്ച 1 കോടി 85 ലക്ഷം രൂപയും 10ാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച 2 കോടി 71 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. ടോട്ടൽ 10 ദിവസത്തെ ഈ സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ 34 കോടി 16 ലക്ഷം രൂപയാണ്. 50 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ 11ാം ദിവസമായ ഞായറാഴ്ചയോടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 60 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തല അജിത്ത് നായകനായി അതിക് രവിചന്ദ്രൻ തിരക്കഥഴി സംവിധാനം ചെയ്ത് ഏപ്രിൽ 10 വ്യാഴാഴ്ച വിഷു റിലീസായി തിയേറ്ററിൽ തമിഴ് സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി. തൃഷ, ഷൈം ടോം ചാക്കോ, ജാക്കി ഷെറോഫ്, പ്രഭു, പ്രസന്ന, അർജുൻദാസ്, സുനിൽ, രാഹുൽ ദേവ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ചിത്രം തിയേറ്ററിൽ നിന്ന് വ്യാഴാഴ്ചയിലെ അഡ്വാൻസ് മൂവി കളക്ഷനായി തമിഴ്നാട്ടിൽ നിന്ന് 8 കോടിയോളം രൂപയാണ് നിലവിൽ കളക്ട് ചെയ്തിട്ടുള്ളത്. രണ്ടാം ദിവസമായ വെള്ളിയാഴ്ചയിലെ തമിഴ്നാട് പ്രീസെയിൽ കളക്ഷൻ 2 കോടി 40 ലക്ഷം രൂപയും, മൂന്നാം ദിവസമായ ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ അഡ്വാൻസ് കളക്ഷൻ 2 കോടി 38 ലക്ഷം രൂപയുമാണ്. നാലാം ദിവസമായ ഞായറാഴ്ച അഡ്വാൻസ് ബുക്കിംഗിലൂടെ 2.5 കോടിയോളം കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമ വീക്കെൻഡ് പ്രീസെയിൽ കളക്ഷനായി 15 കോടി രൂപയാണ് നിലവിൽ നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.